സോ ഹേ ഗൈസ്, നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് രാവിലെ നേരത്തെ ജോഗിങ്ങിന് ഇറങ്ങിയ ഞാൻ കണ്ട മനോഹരമായ കാഴ്ചകളും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു പുളിയുടെ കഥയുമാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ കോച്ച് കുഞ്ചക്കൻ. അപ്പോൾ കോച്ചിന്റെ കൂടെ ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയതാണ്. പിന്നെ കുറച്ച് ചേട്ടന്മാരും കൂടി ഉണ്ട്. ചേട്ടന്മാരെ ഞാൻ കാണിച്ചു തരാട്ടാ ഗൈസ്. ഇതാണ് ആ കുറച്ച് ചേട്ടന്മാരെ ചെറിയൊരു ഗ്യാപ്പ് പിടിച്ച് ഫ്രണ്ടിക്ക് പോയിട്ട് എല്ലാവരും കാണിച്ചു. അപ്പൊ ഇതാണ് നമ്മുടെ സുരിച്ചേട്ടനാണ് പറഞ്ഞത് സുരിച്ചേട്ടൻ എല്ലാ വീഡിയോയിലും കാണിക്കണമെന്ന്. അപ്പൊ ആ പരാതി നമ്മൾ തീർത്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് അപ്പൊ ഞങ്ങളെല്ലാരും കൂടിയിട്ട് നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പൊ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞ പോലെ എല്ലാരും ഈ മാലയിട്ട് കഴിഞ്ഞാൽ നടക്കാൻ ഇറങ്ങും എന്ന് പറഞ്ഞില്ലേ. കണ്ട ആരുടെ കാലിലും ചെരുപ്പൊക്കെ ഇല്ലാണ്ട് നടന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഞാൻ പറഞ്ഞ പോലെ അതെ വാക്കിങ്ങും ജോഗിങ്ങും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ സംഭവമാണിത്. അപ്പൊ ഇനി പുളി പറിച്ചിട്ട് കാണാം ഗൈസ്. അങ്ങനെ വാക്കിങ്ങിന് ഇറങ്ങിയതാണ്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞു പുളി പറിക്കാന്ന്. പുളി പറിക്കണ കഴിച്ചേട്ടാ ഈ കാണുന്ന മരം ഓടിക്കോ. മരം ഓടിക്കോ. താഴെ പോയി അങ്ങനെ പുളിയൊക്കെ പറിച്ച് നേരെ വീട്ടിലോട്ട് നടക്കണം. ഏയ് പുളി ഗൈസ് നല്ല തിന്നുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര പുളിയാ, പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടാ രാവിലെ നടക്കുമ്പോഴൊക്കെ തന്നെ. നല്ല കിട്ടിയത് പിന്നെയും കുഴപ്പമില്ലായിരുന്നു, നല്ല പുളി. നടക്കാൻ ഇറങ്ങിയപ്പോ പറിച്ചാ. ഇന്നലത്തെ പിന്നെയും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അത് നല്ല പുളിയാ. രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വലിയൊരു ബിഗ് ബൈറ്റ് എടുക്കാം. ആരാ പറഞ്ഞ നമ്മൾ ആരും ഉണ്ടാവില്ല. ഇല്ല, ഇനിയുള്ള വീഡിയോസിലൊക്കെ നിങ്ങൾ ഉണ്ടാവും. ബൈക്കിന്റെ അല്ല പുളി കുറവാണ്. അതൊക്കെ അടിക്കുമ്പോ മാത്രമേ ചെറിയ പുളിയുള്ളൂ. അവന് വലിയത് കൊടുത്തിട്ട് അങ്ങനത്തെ കേടല്ല, നല്ല പുളിയാ. പുളി കുറവാന്നാ എന്റെ സൈഡൊന്ന് കടിച്ചു കാണിച്ചെന്ന് വീഡിയോയിൽ. നല്ലോണം കടിക്കും. പോയി നല്ല പുളി ഉണ്ടല്ലേ, വീഡിയോ എടുക്കണ്ടേ. നല്ല പുളിയുണ്ട്. തുപ്പി കളഞ്ഞില്ലേ, തുപ്പി കളഞ്ഞു. ചേട്ടാ ഒരു കടി അടിക്കും. എക്സ്പ്രഷൻ വല്ലൊക്കെ ഇട് പറയുമ്പോഴേ. പക്ഷെ നല്ല പുളി ഉണ്ട്. അപ്പൊ ഞങ്ങള് പുളിയൊക്കെ തിന്ന് ഇന്നത്തെ ദിവസത്തെ നടത്തം അവസാനിപ്പിക്കാന്ന് വിചാരിച്ച് വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ രാവിലെ നേരത്തെ എണീറ്റ് ഇതുപോലെ നടക്കാൻ ഇറങ്ങുവാണെങ്കിൽ നല്ല നല്ല അടിപൊളി ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. വീടിൻ്റെ അടുത്ത് അമ്പലം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അമ്പലത്തിലെ പാട്ടും ഇതുപോലെ കിളികൾ പറക്കുന്നതും കിളികളുടെ സൗണ്ടും ഇതൊക്കെ കൂടി കാണാനായിട്ട് അത് വേറൊരു വൈബ് തന്നെയാണ്.